ഇപ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും പ്രകടന പത്രികകൾ ഏതാണ്ട് ഒരേ സമയമാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. അത് മുഴുവൻ വായിക്കാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ലെങ്കിലും പ്രധാന കാര്യങ്ങൾ ചാനലുകളിൽ കൂടി പറഞ്ഞതും മറ്റു രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. LDFിൻ്റെ പ്രകടന പത്രികയിൽ അത്ഭുതങ്ങളൊന്നുമില്ല. 2021 നൽകിയ ഒരു വാഗ്ദാനം ക്ഷേമ പെൻഷൻ 3000 ആക്കുമെന്നത് അത് ഇതിൽ ആവർത്തിച്ചിട്ടുണ്ട്. സാധാരണ പ്രകടന പത്രികകളെ പറ്റി ഒരു തമാശ പറയാറുണ്ട്. അതുണ്ടാക്കുക വളരെ എളുപ്പമാണ്. കാരണം കഴിഞ്ഞ അവിടുത്തെ പ്രകടന പത്രിക എടുത്ത് ഡേറ്റ് മാറ്റി ചെറിയ സംഖ്യയൊക്കെ മാറ്റിയിട്ടാൽ പ്രകടന പത്രികയാവും. LDFിൻ്റെ ഏതാണ്ട് അതുപോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അത്ഭുതങ്ങളൊന്നും അതിലില്ല. ഹൈസ്പീഡ് റെയിലിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശ്രമം കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടതാണ്. ആ ശ്രമം തുടരും എന്നാണ്. അപ്പോട്ടെ, UDFിൻ്റെ പ്രകടന പത്രിക പല രീതിയിലും വ്യത്യസ്തമായ പുതുമയുള്ള ഒന്നാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഒരു പ്രതിപക്ഷത്താണ്. ഭരണപക്ഷത്തിരുന്ന് 10 വർഷം കൊണ്ട് നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനി അടുത്ത 5 വർഷം കൊണ്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് ആളുകൾ അത്ര വിശ്വസിച്ചോളണമെന്നില്ല. നേരെ മറിച്ച് UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയതാണ്. അവർ പ്രതിപക്ഷത്ത് നിന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, 2 സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ച് തെലങ്കാനയും കർണാടകയും ഒരു പരിധിവരെ തമിഴ്നാടും ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട സർക്കാരുകളാണ്. ആ സർക്കാരുകൾ നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളാണ് ഇവിടെ അവർ പലതും പറയുന്നത്. അതിൽ രാജസ്ഥാൻ സർക്കാർ നടപ്പാക്കിയ ഒരു വാഗ്ദാനമാണ് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള കുടുംബ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് 3 സർക്കാരുകൾ നടപ്പാക്കിയ കാര്യമാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. ഡൽഹിയിൽ ആം ആദ്മി സർക്കാരാണ് ഇത് ആദ്യം ചെയ്തത്. മെട്രോയിലും അതുപോലെ സിറ്റി ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, DTC ബസ്സിലും. ഇത് ആദ്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ കുറെ ആളുകൾ അയ്യോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാവും. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അല്ലെങ്കിൽ നഷ്ടത്തിലല്ലേ? സ്ത്രീകൾ കാശ് കൊടുക്കാത്തതുകൊണ്ടാണോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലായത്? ഇവിടെ ഭരിച്ച രാഷ്ട്രീയ കക്ഷികൾ, തട്ടിപ്പ് ട്രേഡ് യൂണിയനുകൾ, അവരെല്ലാം ചേർന്നുണ്ടാക്കിയ കോക്കസും അഴിമതിയും ആണ് KSRTC നിലയിൽ എത്തിച്ചത്. അതിന് ഈ രാജ്യത്ത് സ്ത്രീകൾ പിഴ കൊടുക്കേണ്ട കാര്യമില്ല. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യം കൊടുക്കുക തന്നെ വേണം. ഒരു സംശയമില്ല. അതിന് KSRTCയുടെ നഷ്ടമൊന്നും കാര്യമില്ല. കാരണം KSRTC നഷ്ടമായെങ്കിൽ അതിന് പകരം ചെയ്യേണ്ടത് സർക്കാരാണ്. ഞാൻ കാണുന്ന ഒരു കാര്യം, ഇതിൽ സ്ത്രീകൾ സഞ്ചരിച്ചാൽ ആ പണം സർക്കാർ കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? അങ്ങനെ സർക്കാർ കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ കൃത്യമായ കാശ് സർക്കാരിന് ഇതിൽ നിന്ന് കിട്ടും. സർക്കാരിൽ നിന്ന് KSRTCക്ക് കിട്ടും. കഴിഞ്ഞ 10 വർഷമായി KSRTCയിൽ ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല. നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് നടത്താതിരുന്നത്? തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ട് പറയുന്ന ആളുകൾ എന്താ നിയമനം നടത്തായിരുന്നു? അതുകൊണ്ട് KSRTCയിൽ സ്ത്രീകൾക്ക് ഉള്ള വാഗ്ദാനം ഒരു അത്ഭുതമല്ല, അത് സാധ്യമായ ഒരു കാര്യമാണ്. അതുപോലെ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കുടുംബങ്ങളൊക്കെ ആരോഗ്യരക്ഷ കൊണ്ട് വലഞ്ഞവരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആരോഗ്യരക്ഷയ്ക്ക്, ചികിത്സയ്ക്ക് ചെലവാക്കുന്ന സ്ഥലം കേരളം എന്ന് പറഞ്ഞാൽ, ഇവിടെ കേരളത്തിൽ 100 രൂപ ചികിത്സയ്ക്ക് ആകെ ചെലവാകുന്നുണ്ടെങ്കിൽ അതിൽ 70 രൂപയും സ്വകാര്യ വ്യക്തികളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസയാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ വരുന്ന പൈസയാണ്. അപ്പൊ എന്താ സംഭവം? ബാക്കി 30% ഈ പറഞ്ഞ കൊട്ടിഘോഷിക്കുന്ന കേരള മോഡൽ ചികിത്സയിൽ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ഒരു അത്ഭുതമല്ല. കാരണം മാസീവായിട്ട് എടുക്കുമ്പോൾ അത് വളരെ കുറഞ്ഞ റേറ്റിൽ അത് കിട്ടും. അത് കോട്ട് ചെയ്ത് ഏറ്റവും കുറഞ്ഞ റേറ്റിന് കൊടുത്താൽ കേരളത്തിൽ 25 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചികിത്സാ ചെലവ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുടുംബങ്ങളുടെയൊക്കെ ചികിത്സാ ചെലവ് സംരക്ഷിക്കപ്പെടും. ഒരാൾ ആശുപത്രിയിലായതുകൊണ്ട് കിടപ്പാടം പണയം വെക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. മൂന്നാമത്തെ വിഷയമായിട്ട് അതിൽ വരുന്നത് പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുന്നതാണ്. പെൺകുട്ടികൾ ഇവിടെ പഠിക്കുന്നവർക്ക് 1000 രൂപ കൊടുക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിനെ ആശ്രയിക്കാതെ, ഇപ്പൊ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പൈസ ഇല്ലാത്തവരെന്തായുണ്ട്, അവർക്ക് ഈ പൈസ കിട്ടും. ഇവിടെ ഡിഗ്രി അടക്കം പഠിക്കുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കും. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പുതിയ രൂപത്തിലുള്ളതാണ്. എനിക്ക് UDFിന്റെ വാഗ്ദാനത്തിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയ ഒരു കാര്യം, ആശാ വർക്കർമാർക്ക് 700 രൂപ കൊടുക്കും എന്നവർ പരസ്യമായി എഴുതിയതാണ്. ആശാ വർക്കർമാർ മഴ കൊണ്ട് നനഞ്ഞ് സമരം ചെയ്തതാണ് ഇവിടെ. അന്ന് അവരെ പുച്ഛിച്ച് അവസാനം ഒരു ഗതിയില്ലാതെ ഒരു 100 രൂപ കൂട്ടിക്കൊടുത്ത് പറയുമ്പോൾ 250 കോടി രൂപയോളം PR വർക്കിന് ചെലവാക്കിയ ഒരു സർക്കാരാണ് ആശാ വർക്കർമാർക്കും അല്ലെങ്കിൽ പാചക തൊഴിലാളികൾക്കും
അല്ലെങ്കിൽ SC ST സ്റ്റൈപ്പൻഡും അതുപോലെയുള്ള സംഗതി ഫീസും ഹോസ്റ്റൽ ഫീസും ഒന്നും കൊടുക്കാതിരുന്നത്. എത്ര 1000 കോടി രൂപ കൊടുക്കാനുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മറ്റേ വടിയുമ്മ മുന്തിരി കെട്ടി തലയിൽ വെച്ച ആടിന്റെ കഥ മാതിരിയായി. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന സർക്കാർ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് DA കൂട്ടി, ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സർക്കാർ ചെയ്യേണ്ട കാര്യം അത് ചെയ്യാതെ അടുത്ത സർക്കാരിലേക്ക് അത് മാറ്റിവെക്കുന്ന തരത്തിലാണ് ചെയ്തത്. നേരെ മറിച്ച് UDF ഇനി വരാൻ പോകുന്ന സർക്കാർ എന്ന നിലയിൽ അവർക്ക് പറയുന്നതിനോട് കൂടുതൽ ബാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എനിക്ക് തോന്നി, ഇപ്പൊ ക്ഷേമ പെൻഷനാണല്ലോ LDF UDF NDA 3000 രൂപ ആക്കിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ അവകാശമാക്കും എന്ന പ്രഖ്യാപനം അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ തവണ ക്ഷേമ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ കുറെ ആളുകൾ കോടതി പോയപ്പോൾ കേരളത്തിലെ ഇടത് പക്ഷം എന്ന് പറയുന്ന സർക്കാർ എന്താ പറഞ്ഞതറിയോ? ഇതൊരു അവകാശമല്ല, ഔദാര്യമാണ്. സർക്കാരിന് വേണമെങ്കിൽ തരാം, വേണമെങ്കിൽ വേണ്ട. ഇതാ സർക്കാരിന്റെ നിലപാട്. അത് മാറിയേ പറ്റൂ. കാരണം ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ, അതിലത്തെ മന്ത്രിമാർ, മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും താല്പര്യമുള്ളപ്പോൾ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് അവകാശമായി കേരളത്തിൽ പ്രഖ്യാപിക്കും എന്നുള്ളത് വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ്. അതുപോലെ വയോജനങ്ങൾക്കുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ അത് എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ കേരളത്തിൽ നിർണായകമായൊരു കാര്യമാണ്. എന്താ കാര്യം, കേരളത്തിന്റെ ഏജ് കൂടിക്കൊണ്ടിരിക്കുക. ശരാശരി കേരളത്തിന്റെ ഏജ് വളരെ പെട്ടെന്ന് കൂടുക. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ശരാശരി ആയുസ് വളരെ കാലമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തേക്കാളും കൂടുതലാണ് കേരളത്തിൽ. കൂടുതൽ കാലം വൃദ്ധരായ ആളുകൾ പെൻഷൻ പറ്റി അതുപോലെ ജീവിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കുട്ടികളൊക്കെ ഇവിടുന്ന് ഓടിപ്പോവാണ്. കുട്ടികൾ ഇവിടുന്ന് കിട്ടുന്ന ചാൻസിന് ആദ്യത്തെ ഫ്ലൈറ്റ് കയറി പോവാണ് യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ, അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഒക്കെ. അതുകൊണ്ട് ഇവിടെ ശരാശരി ആയുസ് കുറയുന്നു. എന്ന് മാത്രമല്ല, വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയുണ്ട്. സമ്പന്ന വയോജനങ്ങൾക്ക് പോലും അരക്ഷിതാവസ്ഥയുണ്ട്, ദരിദ്രർക്ക് എന്തായാലും ഉണ്ട്. അപ്പൊ സമ്പന്ന വയോജനങ്ങളുടെ അരക്ഷിതാവസ്ഥ പരിഗണിക്കുന്നതിന്, പഠിക്കുന്നതിന് പ്രത്യേക വകുപ്പ് വേണം എന്നത് അന്ന് രാഹുൽ ഗാന്ധി കൊടുത്ത പ്രഖ്യാപനമാണ്. അത് വളരെ പ്രധാനമാണ്. ഫലപ്രദമായി നടപ്പാക്കിയാൽ വലിയ കാര്യമാണ്. അതുപോലെ സാമൂഹ്യ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു വകുപ്പുണ്ടാക്കും. സാമൂഹ്യ സമാധാനം കേരളത്തിൽ തകർക്കാൻ വേണ്ടി സംഘടിതമായ ശ്രമങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമാണ്. ഏറ്റവും പ്രധാന കാരണം എന്താ, കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗങ്ങളിൽ ശക്തമായ നിയന്ത്രണമുള്ള മുസ്ലിം ലീഗ് പോലൊരു കക്ഷിയുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് എൻ്റെ പ്രധാനം. പിന്നെ കോൺഗ്രസും CPM മറ്റു വിഭാഗങ്ങളിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാവാതിരിക്കാൻ കേരളത്തിൽ അതിനുവേണ്ടി സംഘടിതമായ ശ്രമം പല രൂപത്തിൽ, അത് ഇസ്ലാമോഫോബിയ ആയിട്ടായാലും മറ്റു രൂപത്തിലായാലും വന്നുകൊണ്ടിരിക്കുക. വലിയ തോതിൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കേരളം. അതിനെ നേരിടാൻ കേരളത്തിൽ ഒരു വകുപ്പ് ആവശ്യമാണ്, സംഘർഷങ്ങളില്ലാതിരിക്കാൻ. അതുമാത്രമല്ല, ഗുണ്ടാ മാഫിയ, പല കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽസിൽ പോകുന്നില്ല. അത്തരം കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ്. LDFന്റെ ഒരു വാഗ്ദാനം എനിക്ക് തമാശയെ തോന്നി. എന്താണെന്നറിയോ, ഇവിടെ പഠിക്കുന്ന 50% പെൺകുട്ടികൾക്ക് ഇവിടെ ജോലി കൊടുക്കുന്നു. ഇത് 50% ഇപ്പം 100% ആക്കിക്കൂടെ? PSC 1ാം റാങ്ക് കിട്ടിയിട്ട്, PSCയിൽ 1ാം റാങ്ക് കിട്ടിയിട്ട് ജോലി കിട്ടാത്തൊരു പെൺകുട്ടി എന്നാൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ KSRTCയിലോ ഒരു നിയമനവും നടക്കുന്നില്ല. ഡോക്ടർ B അശോക് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ PSC നിയമനം നടക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 1.5-2.5 ലക്ഷം ആളുകൾ വീതം റിട്ടയർ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അത്രയും നിയമനം നടക്കുന്നില്ല കേരളത്തിൽ. അതാണ് പ്രശ്നം. റിട്ടയർ ചെയ്യുന്ന ആളുകളുടെ അത്ര നിയമനം നടക്കണ്ടേ? ആ നിയമനമേ നടക്കുന്നുള്ളൂ, പുതിയതായില്ല. മാത്രമല്ല, താൽക്കാലിക പോസ്റ്റുകൾ ഉണ്ടാക്കുക, പിൻവാതിൽ നിയമനങ്ങൾ നടത്തുക. അപ്പൊ ഈ പിൻവാതിൽ നിയമനത്തിലാണോ ഈ പറഞ്ഞ 50% കൊടുക്കാൻ പോണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ സർവകലാശാലകളിൽ കഴിവുള്ള ഒരു കുട്ടിയും കേരളത്തിലെ സർവകലാശാലയിൽ ഡോക്ടറേറ്റ് കിട്ടിയവരോട് ജോലി കിട്ടില്ല. ആ കിട്ടണമെങ്കിൽ നിങ്ങൾ DYFIക്കാരന്റെ ഭാര്യയോ മന്ത്രിയുടെ ഭാര്യയോ ഇയാളുടെ പെങ്ങളൊക്കെ ആവണം. അങ്ങനെ എത്ര നിയമനങ്ങൾ ഇവിടെ നടന്നു, എന്തൊക്കെ തട്ടിപ്പ് നിയമനങ്ങൾ നടന്നു, എത്ര എണ്ണം കോടതിയിൽ പോയി. അപ്പോൾ ചുരുക്കത്തിൽ അതല്ല വാഗ്ദാനം ചെയ്യേണ്ടത്. 50% സ്ത്രീകൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആരാ അറിയാം 50% കൊടുത്തോന്ന്? ഞാൻ വിചാരിക്കും ഞാൻ കിട്ടാത്ത 50%-ത്തിലാന്ന് എല്ലാവരും വിചാരിച്ചോളൂ. അങ്ങനെയല്ല അത് കാണേണ്ടത്. അപ്പോൾ അത്തരം വാഗ്ദാനങ്ങൾ കൊണ്ട് ഇനി ഒരു പ്രയോജനവും കേരളത്തിലില്ല. കേരളത്തിൽ അതുപോലെയുള്ള നിരവധി, കേരളത്തിന്റെ പുതിയൊരു കേരളം കാണും. അതുപോലെ കാലാവസ്ഥാ മാറ്റം പോലെയുള്ള ഒരു വിഷയം കുറച്ചെങ്കിലും പരിഗണിച്ചിട്ടുള്ളത് UDF ആണെന്നാണ് ഞാൻ മാനിഫെസ്റ്റോ ഒറ്റ വായനയിൽ മനസ്സിലായത്. LDFനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ മാറ്റം അവിടെ ഇല്ല. കാരണം അവരെല്ലാവരും AC കാറിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കാലാവസ്ഥാ മാറ്റം അവർ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. അപ്പൊ കാലാവസ്ഥാ മാറ്റം പോലെ കേരളത്തിന് യോജിച്ചത്. മറ്റൊന്ന്, രണ്ടിലും കണ്ട ഒരു കാര്യം,
ഇപ്പോൾ LDF പറയുന്നത് ഞങ്ങൾ ഹൈസ്പീഡ് കോറിഡോറിന് വേണ്ടിയുള്ള ശ്രമം തുടരും, കേരളയിൽ പോലെയുള്ള സംഗതികൾ തുടരും എന്നാണ്. എത്ര വേണമെങ്കിലും തുടരാം. 5 കൊല്ലമായിട്ട് തുടർന്നു, ജനങ്ങളുടെ ഭയങ്കരമായ എതിർപ്പോടുകൂടി മാറി. നേരെ മറിച്ച് കേരളത്തിന് യോജിച്ച ഒരു ഹൈസ്പീഡ് റെയിൽ വേണം. ഹൈസ്പീഡ് റെയിൽ വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെ വേണം? ആ വേണ്ടത് വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. കേരളത്തിലെ അത് നിലവിലുള്ള റെയിൽവേ സംവിധാനത്തിന്റെ ഭാഗമായുള്ള, അങ്ങനെയാണ് ഹൈസ്പീഡ് വരേണ്ടത്. ബ്രോഡ് ഗേജിലുള്ള മറ്റേ റെയിലും ഇതിൽ ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റെയിൽ സംവിധാനം കേരളത്തിൽ വേണം. അത് കേരളത്തിന്റെ പാരിസ്ഥിതിക സാമൂഹ്യ ഘടനകളെ പരിഗണിക്കുന്നതായിരിക്കണം. അല്ലാതെ ഏകപക്ഷീയമായി വീടിന്റെ അകത്തുകൊണ്ടായി കുറ്റിയടിക്കുന്ന പണിയല്ല ഈ പറഞ്ഞത്. ആ പണിയൊന്നും നടക്കാൻ പോകുള്ളൂ കേരളത്തിൽ. അതുപോലെ കേരളത്തിന് കുറുകെ വൺമതിൽ കിട്ടി പറയാൻ പോകുന്നില്ല. കേരളത്തിലെ ദേശീയപാതയ്ക്ക് ഇടിഞ്ഞു പോകുന്നതിന്റെ അതുകൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കേരളത്തിന്റെ പാരിസ്ഥിതിക ഘടനയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റെയിൽവേ വികസനം കേരളത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ മെട്രോ, തിരുവനന്തപുരത്തും കൊച്ചിയിലും മെട്രോ, അല്ല കൊച്ചിയിലെ പോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ നല്ലതാണ്. മെട്രോ സർവീസ് വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ UDF സംബന്ധിച്ചിടത്തോളം UDF കൊണ്ടുവന്ന മെട്രോ ആണ് കൊച്ചി മെട്രോ. അതിന്റെ പകുതിയിലധികം ഭാഗം UDF കാലത്ത് പണി തീർത്തതാണ്. LDF കാലത്ത് എത്രയാണ് തീർത്തത്? നമ്മളത് കണക്ക് നോക്കാം. UDF 5 വർഷം കൊണ്ട് തീർത്തത് പദ്ധതി ആരംഭിച്ച്, അതിന് അനുമതി കിട്ടി, ആരംഭിച്ച് നിർമ്മാണം തുടങ്ങി. ഞാൻ മനസ്സിലാക്കുന്നത് മഹാരാജാസ് വരെ അന്ന് മെട്രോ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അതിനുശേഷം മഹാരാജാസ് മുതൽ ഇവിടെ വരെയുള്ള മെട്രോയില്, തൃപ്പൂണിത്തുറ വരെയുള്ള മെട്രോയില് 10 കൊല്ലം കൊണ്ട് ഇവർ തീർത്തിട്ടുള്ളൂ. അതുപോലെ ലൈഫ് പദ്ധതി ഇന്നത്തെ രൂപത്തിലല്ല പരിഗണിക്കപ്പെടേണ്ടത്, അത് പരിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ കുടുംബശ്രീ പോലെ യുവശ്രീ എന്ന ഒരു പുതിയ ആശയം വന്നിട്ടുണ്ട്. കാരണം യുവതികൾ പ്രത്യേകിച്ചും കേരളത്തിന്റെ സാമൂഹ്യ രംഗങ്ങളിൽ ഇടപെടുന്നതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. പൊതുവേ യുവാക്കൾ അതിൽ നിന്ന് അവരെ വേർതിരിക്കാൻ ഒരുപക്ഷെ മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ആശങ്കകൾക്കെതിരായി ഒരു ശക്തിയായി കേരളത്തിൽ യുവശക്തി വളർന്നു വരണം എന്നാണ് അത് പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ യുവശ്രീ പോലെയുള്ള പദ്ധതികൾ, അവർക്ക് എന്റർപ്രണർഷിപ്പ്, ഒരുപക്ഷെ ഈ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായമായ ആളുകളാണ് അതിലുള്ളത്. നേരെ മറിച്ച് കുറെ കൂടി യുവാക്കൾ അത്തരം പദ്ധതികളിലേക്ക് വരുന്നു എന്നുള്ളത്. അതുപോലെ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞൊരു കാര്യമാണ് 5 ലക്ഷം രൂപ ഇവിടെ എന്റർപ്രണർഷിപ്പ് ഇൻട്രസ്റ്റ് ഫ്രീ കൊടുക്കും. അതൊക്കെ ഗൈഡ് ചെയ്ത് പോകാൻ കഴിഞ്ഞാലേ പറ്റൂ. അല്ലാതെ രാജീവ് മന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ 5 ലക്ഷം നിക്ഷേപകർ വന്നു എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാ നമ്മൾ കാണാനില്ല. 5 ലക്ഷം അങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ആളെയും കാണാനില്ല. ജോലി കിട്ടിയിട്ടില്ല, ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ടുമില്ല, മറ്റു രീതിയിൽ വന്നിട്ടുമില്ല. അപ്പൊ തീർച്ചയായും വളരെ പ്രോഗ്രസീവാണ്. പുതിയ കാലത്തിന് കുറെ കൂടി ചേർന്ന പ്രകടന പത്രികയാണ് UDF അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ ജയിച്ചാൽ അത് നടപ്പാക്കുമെന്ന് കേരളീയ സമൂഹം വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കും എന്ന് യാതൊരു സംശയമില്ല. അവർ ജയിച്ചു വന്നാൽ. കാരണം അത് വാഗ്ദാനമായി നിൽക്കാൻ പാടില്ല, നടപ്പാക്കപ്പെടേണ്ടത്.